കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഗ്രഫാൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാനാണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ടൊരു ഫോൾഡർ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കുക. നമുക്കിതിനാവശ്യമായ ഒരു സംഭവം ജിറ്റാണ്. ജിറ്റ് ആൾറെഡി ഇൻസ്റ്റാൾ ആയിരിക്കണം. എന്നിട്ട് ജിറ്റ് ടെർമിനൽ ഞാനവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഗ്രഫാന ട്യൂട്ടോറിയലിലെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ആ ഒരു കമാൻഡ് ജിറ്റ് ക്ലോൺ എന്നൊരു കമാൻഡ് എടുത്ത് ഒരു ജിറ്റ് റെപ്പോസിറ്ററി ഞാൻ അവിടെ ക്ലോൺ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ക്ലോൺ ചെയ്ത ആ ഒരു റെപ്പോസിറ്ററി നമ്മൾ നിർമ്മിച്ച ആ ഒരു ഫോൾഡറിനകത്ത് തന്നെ കാണും. ആ ഫോൾഡറിനകത്ത് ആ ഫയൽസ് എല്ലാം ആൾറെഡി വന്നിട്ടുണ്ടാകും. ഇതൊക്കെ ചെയ്യുന്നതിന് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഇൻ്റർനെറ്റ് സ്പീഡ് പോലെ ഇരിക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിർമ്മിച്ച ആ ഫോൾഡറിനകത്ത് ഒരു റെപ്പോസിറ്ററി ഇപ്പോൾ ആൾറെഡി വന്നിട്ടുണ്ട്. അതൊരു ഫോൾഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഫോൾഡറിനകത്തോട് നമ്മൾ കയറണം. അപ്പോൾ നമുക്ക് കറണ്ട് ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി LS എന്ന കമാൻഡ് ഉപയോഗിക്കുക, ലിസ്റ്റ് ഡയറക്ടറി. അപ്പോൾ നമ്മളിപ്പോൾ ആ കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഫോൾഡർ പേര് കാണിച്ചു തരും. എന്നിട്ട് CD എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റും. CD എന്ന് കൊടുക്കുക. എന്നിട്ട് ഏത് ഫോൾഡറിലാണ് കയറണം ആ ഫോൾഡറിൻ്റെ പേരും കൂടെ കൊടുക്കുക. ഇവിടെ LS കൊടുത്തപ്പോൾ ഒരു ഫോൾഡർ മാത്രമേ ഉള്ളൂ. CD എന്നിട്ട് അടുത്ത ഫോൾഡറിനെ 1012 ലിറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടാബ് അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ടറിക്ക് അകത്തോട്ട് കയറി. ഇനി അടുത്ത് കാണുന്ന ആ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കുക. അത് നമ്മുടെ ഡോക്കർ ആൾറെഡി റണ്ണിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ റണ്ണിങ് ആയിരിക്കത്തില്ല. ഞാനത് കോപ്പി ചെയ്തു, ജസ്റ്റ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. നമ്മൾ അടുത്തിപ്പോൾ ഒരു കമാൻഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിന് ചെയ്യുന്നത് ഗ്രഫാനെയും നമുക്ക് ആവശ്യമായ ടൈം സീരീസ് ഡാറ്റാബേസൊക്കെ ഇവിടെ ആൾറെഡി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പ്രൊമത്തിയസ് എന്ന് പറയുന്നൊരു ടൈം സീരീസ് ഡാറ്റാബേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതല്പം സമയമെടുക്കും, കാരണം കുറച്ച് കാര്യങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കമാൻഡ് ഉപയോഗിച്ച് എല്ലാ സർവീസസും ആൾറെഡി റണ്ണിങ് ആണോ. ഇവിടെ മറ്റൊരു സംഭവം വന്നു, ഡോക്കർ ഡെസ്ക്ടോപ്പ് ഫയൽ ഷെയറിങ്. നമുക്കിവിടെ ഷെയർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഡൺ ആയിട്ടുണ്ട്. അടുത്ത് ഇനി എല്ലാ സർവീസും റണ്ണിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള കമാൻഡാണ്. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അതിന് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ഫീൽഡിൽ എല്ലാം അപ്പാണ് വരുന്നതെങ്കിൽ അതെല്ലാം റണ്ണിങ് ആണ് നമുക്ക് ഉറപ്പിക്കാം. നോക്കുമ്പോൾ അറിയാം സ്റ്റേറ്റ് എന്ന ഫീൽഡിൽ എല്ലാം അപ്പെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സർവീസും ആൾറെഡി റണ്ണിങ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് നമ്മുടെ ആ ഒരു ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് :8081 അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് സാമ്പിൾ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു URL ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഗ്രഫാനയാണല്ലോ. അപ്പോൾ ഗ്രഫാനയ്ക്ക് വേണ്ടിയുള്ളത് ലോക്കൽ ഹോസ്റ്റ് :3000 ആണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ക്രോമിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഗ്രഫാനയുടെ സെറ്റപ്പ് വരും.
അവിടെ സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി കാണിക്കുമ്പോൾ നമുക്കവിടെ ഡിഫോൾട്ടായിട്ടുള്ളത് അഡ്മിൻ എന്ന പാസ്വേഡും യൂസർ അഡ്മിനുമാണ്. അതുകൊണ്ട് നമുക്കവിടെ സൈൻ ചെയ്യാം. സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ പാസ്വേഡും പാസ്വേഡ് വെരിഫിക്കേഷനും ചോദിക്കും. അപ്പോൾ പുതിയൊരു പാസ്വേഡ് കൂടി സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ നെയിം നമ്മൾ കൊടുത്ത പുതിയ പാസ്വേഡും വെച്ച് നമുക്ക് ആൾറെഡി ലോഗിൻ ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ഗ്രഫാനയുടെ ഇനിഷ്യൽ സെറ്റപ്പ്. തുടർന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.